സോദരരെ, സല്യൂട്ട്. ഈ സംഭവം ശ്രവിക്കുന്ന ചിലർക്കെങ്കിലും ചെറിയ മാനസിക വിഷമം ഉണ്ടാകാം എന്ന മുന്നറിയിപ്പോടുകൂടിയാണ് ഞാൻ തുടങ്ങുന്നത്. പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂർ എന്ന് പറയുന്ന ഗ്രാമപ്രദേശം ഒരു ദിവസം രാവിലെ ഉണർന്നത് മനസ്സ് മരവിപ്പിക്കുന്ന ഒരു വാർത്ത കേട്ടാണ്. ഒരു വീട്ടിലെ 5 or 6 വയസ്സ് മാത്രം പ്രായമായ ഒരു പെൺകുഞ്ഞ് ദാരുണമായി മരണപ്പെട്ട് കിടക്കുന്നു. ദേഹത്ത് പൊള്ളലുണ്ട്. പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചത് നാട്ടുകാരാണ്. SIയും CIയും ഒക്കെ പോയി പരിശോധിച്ചു. DYSP എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാഡവും കൂടെ ഒന്ന് വന്ന് നോക്കുന്നത് നല്ലതായിരിക്കുമെന്ന്. ഞാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് എപ്പോഴും കൊടുക്കാറുള്ള നിർദ്ദേശം, സ്ത്രീകളും കുട്ടികളും ഇതുപോലെ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട വാർത്ത കിട്ടിയാൽ എന്നെ അറിയിക്കണം, എന്നിട്ട് എന്തെങ്കിലും ചെയ്യാവൂ എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനും അത് രാവിലെ തന്നെ യൂണിഫോം ഒക്കെ എടുത്തിട്ടിട്ട് ഇലന്തൂരിൽ പോയി. വലിയ ദൂരമൊന്നുമില്ല, പത്തനംതിട്ട സ്റ്റേഷൻ്റെ ലിമിറ്റിൻ്റെ കീഴിൽ തന്നെയായിരുന്നു അത്. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച തികച്ചും മനസ്സിന് വല്ലാതെ ഉലയ്ക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു. ഒരു സാമാന്യം ഭേദപ്പെട്ട വീട്, കുറച്ച് പറമ്പുണ്ട്, വെറും കട്ടിലില്ല, പലകയുടെ പുറത്ത് മെത്തയോ തലേണയൊന്നും ഇല്ലാതെ ജെട്ടി മാത്രം ധരിച്ച ഒരു കുഞ്ഞ് ശരീരം കിടക്കുന്നുണ്ട്. 5 വയസ്സേ കഷ്ടിച്ച് തോന്നുകയുള്ളൂ, മെലിഞ്ഞിട്ടാണ്. അതിൻ്റെ മുഖത്തെ ഭാവവും പിന്നെ ശരീരം ആസകലമുള്ള മുറിവുകളും പൊള്ളലുകളും കണ്ടിട്ട് ഒരു വല്ലാത്ത ഒരു ഭീകര അവസ്ഥയാണ് തോന്നിയിരുന്നത്. കൂടാതെ ആ വീട്ടിൽ തങ്ങി നിന്ന ഒരു വല്ലാത്ത ഗന്ധമുണ്ടായിരുന്നു, ഒരു ക്രൂരതയുടെ ഒരു ഗന്ധം. കുഞ്ഞ് അതിൻ്റെ പാതി തുറന്ന കണ്ണുകളിൽ കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭയങ്കര കട്ട ചുമപ്പ് കണ്ണുകൾ. അതിൻ്റെ ചുണ്ടിൽ വരെ പൊള്ളലേറ്റിട്ടുണ്ട്, സിഗരറ്റ് കുത്തിവെച്ച പാടുകളുണ്ട്. ശരീരത്തിൻ്റെ തിരിച്ചു കടത്തി പരിശോധിച്ചപ്പോൾ, ജെട്ടി ഊരി പരിശോധിച്ചപ്പോൾ ഞെട്ടിപ്പോകുന്ന പോലെ ഇങ്ങനെ പുറകുവശ പൃഷ്ഠഭാഗം മുഴുവൻ ഇങ്ങനെ പൊളിഞ്ഞു വന്നിരിക്കുകയാണ്. അതിനെ എടുത്ത് പിടിച്ചിങ്ങനെ ഒരു സ്റ്റൗവിൻ്റെ പുറത്തിരുത്തിയിട്ട് എടുത്ത പോലെയുള്ള ഒരു ലുക്കാണ്. അപ്പോൾ അത് കാണുമ്പോൾ ആർക്കാണെങ്കിലും കരളലിഞ്ഞു പോകും. അതെ, ആ സമയം എൻ്റെ മകന് ഏകദേശം അതേ പ്രായമായിരുന്നു. അതുകൊണ്ട് ശരിക്കും ഒരു അമ്മ ഹൃദയം എന്ന് പറഞ്ഞാൽ വേദനിക്കും. അച്ഛനെയും അമ്മയും വിളിച്ച് ചോദ്യം ചെയ്തപ്പോൾ അവർ പറഞ്ഞത് തലേന്ന് രാത്രിയിൽ ഒരു പൂജ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി ഉണ്ടായിക്കൊണ്ടിരുന്ന പായസച്ചട്ടിയിലേക്ക് കൊച്ചെടുത്ത് ചാടി അങ്ങനെ വീണ് പൊള്ളലേറ്റ് ഞങ്ങൾ മരുന്നൊക്കെ പുരട്ടി കിടത്തിയിരിക്കുകയായിരുന്നു. രാവിലെ എണീറ്റപ്പോൾ ഇങ്ങനെ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത് എന്ന്. പക്ഷെ അത് തികച്ചും കള്ളക്കഥയാണെന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും. അച്ഛൻ ഒരു ആയുർവേദ ഡോക്ടറാണ്. അമ്മ ഇതുപോലെ വ്രതമൊക്കെ നോക്കി ഭക്തിയുടെ ഒരു പ്രതിരൂപം പോലെ വ്രതം നോക്കി മെലിഞ്ഞ് വെളുത്ത സാരിയൊക്കെ ധരിച്ച് നിൽക്കുന്ന ഒരു രൂപം. അച്ഛനൊരു സാമാന്യ വണ്ണമൊക്കെ ഉണ്ട്. അയാൾ, ഈ കുഞ്ഞിൻ്റെ പേര് അശ്വിനി എന്നായിരുന്നു. ആ പേരിൽ തന്നെ ഒരു ആയുർവേദ ക്ലിനിക്ക് നടത്തുന്നുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരെയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിരുത്തി. വീട്ടിൽ വേറെ ആരും ഇല്ല, അച്ഛനും അമ്മയും ഈ കുഞ്ഞും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പരിസരവാസികളൊക്കെ പറയുന്നത് വർഷങ്ങളായിട്ട് ഈ കുഞ്ഞിൻ്റെ അലറി വിളിച്ചുള്ള കരച്ചിലുകളും അവിടെ നിന്നുള്ള ബഹളങ്ങളും ഒക്കെ കേൾക്കാറുണ്ട്. ഇവർ പോയി അന്വേഷിക്കാറുണ്ട്. അപ്പോഴൊക്കെ പറയും, ഈ കുഞ്ഞിന് മാനസികമായിട്ടുള്ള അസ്വസ്ഥതയുള്ള കുട്ടിയാണ്, കൂടാതെ ശനി വരുന്ന കുട്ടിയാണ്, അതുകൊണ്ട് ഞങ്ങൾ പൂജയൊക്കെ നടത്തി ഇതിൻ്റെ അസുഖം ഭേദമാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നുള്ള മട്ടിലാണ് അവരും സംസാരിച്ചിരുന്നത്. ഇതിനെ സ്കൂളിലും വിടാറില്ല, 6 വയസ്സായി കുട്ടിക്ക്, സ്കൂളിലും വിടാറില്ല. അപ്പോഴും ചോദിക്കുമ്പോൾ പറയുന്നത് ഇതിന് സുഖമില്ലാത്ത കുട്ടിയാണ് എന്നൊക്കെയുള്ള മട്ടിലാണ് പറയുന്നത്. പരിശോധിച്ച ഡോക്ടർ എന്നോട് പറഞ്ഞത്, മാഡം വളരെ അതിശയമായിരിക്കുന്നു, ഇതിന് മാസങ്ങളല്ല വർഷങ്ങളോളം ശരീരത്തിലേറ്റ പീഡനങ്ങളുടെ പാടുകൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെ ഒരുപാട് നാളായിട്ട് ഈ ആൾക്കാർ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. മുറിവുകൾ കണ്ടാൽ വളരെ പെയിലാണ് ശവശരീരം, അതിൻ്റെ ഒരു തുള്ളി രക്തം കാണുന്നില്ല, പിന്നെ കണ്ണുകളിങ്ങനെ ചുവന്ന് കിടക്കുന്നതും എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഡോക്ടറും കുറേ അധികം സംശയങ്ങൾ പ്രകടിപ്പിച്ചു. അവസാനം ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി വിട്ടു. അതേസമയം ഇവരെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇവരുടെ വീട് പരിശോധിച്ചു, ഇവരുടെ ക്ലിനിക്ക് പരിശോധിച്ചു. അപ്പോൾ അവിടെ നിന്നൊക്കെ കിട്ടിയ കുറച്ച് രേഖകളും വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു കാസറ്റ് പ്ലെയറും 2-3 കാസറ്റുകളും ഒക്കെ വെറുതെ ഒന്ന് വെച്ച് കേട്ടപ്പോൾ കുറച്ചധികം വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ, അതായത് ഈ മന്ത്രവാദം എന്ന് പറയുന്നത് നടത്തിയിരുന്നത് ഡോക്ടറുടെ ക്ലിനിക്കിൽ തന്നെ ജോലിയുള്ള ഒരു പെൺകുട്ടിയാണ്. അതിനധികം പ്രായമില്ല, 21-22 വയസ്സ് പ്രായമേ ഉള്ളൂ. സീന എന്നാണ് പേര്, ചേർത്തലക്കാരിയാണ്. അവരിങ്ങനെ വീട്ടിൽ വന്നിട്ട് ഇതുപോലെ മന്ത്രവാദം, എൻ്റെ ദേഹത്തിങ്ങനെ ചക്കുളത്തുകാവ് ഭഗവതിയുടെ ശക്തി ഇങ്ങനെ ആവാഹിച്ച് ഓരോ കാര്യങ്ങൾ പറയിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊക്കെയുള്ള ഓരോ കാര്യങ്ങളാണ് അവളിങ്ങനെ അതിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ഇങ്ങനെ എഴുതി വെക്കുന്നുമുണ്ട് എവിടേക്കോ ഡയറിയിൽ. ഇത് ആരാ എഴുതി വെച്ചതെന്ന് വ്യക്തമല്ല, പക്ഷെ അതിനകത്ത് എന്തൊക്കെ വ്രതങ്ങൾ ചെയ്യണം, ഏത് രീതിയിലുള്ള ഭക്ഷണം കഴിക്കണം, കുട്ടിയെ എന്തുമാത്രം ഉപദ്രവിക്കണം, എത്ര അടി കൊടുക്കണം ദിവസവും, അതിന് എന്തൊക്കെ ഭക്ഷണം, ചോറും മുളകും നിലത്തിട്ട് കൊടുക്കണം എന്നൊക്കെയുള്ള രീതിയിലൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. വായിക്കുകയും കാണുകയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ
ഇതുപോലുള്ള ദുർമന്ത്രവാദങ്ങൾ ഇപ്പോഴും ഈ സമൂഹത്തിൽ ഉണ്ടോ എന്നൊക്കെയുള്ള തോന്നൽ പോലെ ക്രീപ്പി ഒരു സെൻസേഷൻ വരും. ഇത് സംഭവം കണ്ടിട്ട് എനിക്ക് കുറേ നാളത്തേക്ക് ഉറക്കം വന്നില്ല. ഇവരോട് ചോദിക്കുമ്പോഴൊക്കെ ഇവർ പറയുന്നത് കുഞ്ഞിൻ്റെ അസുഖം ഭേദമാവാൻ വേണ്ടിയിട്ടാണെന്ന് ആദ്യം പറഞ്ഞിരുന്നു. പിന്നെ പറഞ്ഞു അല്ല ഈ കുട്ടിക്ക് അസുഖം ഉള്ളതാണ്, അതിന് ഭ്രാന്താണ് എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു അല്ല അത് വടി എടുത്തുകൊണ്ട് ഞങ്ങളുടെ കൈ കൊണ്ട് തന്നിട്ട് എന്നെ അടിക്കുക എന്ന് പറയും. അതിനിങ്ങനെ വേദനിച്ച് കരയുന്ന ഇഷ്ടമാണ്, എന്നെ പൊള്ളിക്കുക എന്ന് പറഞ്ഞ് എൻ്റെ കൈ പിടിച്ച് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൈ പിടിച്ച് അതിൻ്റെ ശരീരത്തിൽ വെക്കും എന്നൊക്കെ അച്ഛൻ പറയുന്ന കഥകൾ കേട്ട് കഴിഞ്ഞാൽ അയാളെ ഇട്ട് അടിക്കാൻ തോന്നും. കാരണം അയാൾ ഇത്രയും വിവരമുള്ള ഒരു ആയുർവേദ ഡോക്ടറെ ഇങ്ങനെ കുഞ്ഞ് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപദ്രവിക്കുമോ ഇത്രയും എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൂടെ പോകും. എന്തുകൊണ്ടോ അത് അവസാനം ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാവരും കൂടെ ചേർന്ന് അവസാനം ഞങ്ങൾ തീരുമാനിച്ചു ഇത് അച്ഛനും ഈ നേഴ്സും തമ്മിലുള്ള പ്രണയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തീവ്രമായിട്ടുണ്ടായിരുന്നിരിക്കും. കാരണം വൈദ്യപരിശോധനയിൽ ഈ നേഴ്സിന് ഗർഭിണിയാണ് എന്നുള്ളത് തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ തമ്മിൽ എന്തോ അവിഹിത ബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ഭാര്യയും കുട്ടിയെ ഒഴിവാക്കാൻ വേണ്ടി ഇവർ മന്ത്രവാദം ചെയ്യുന്നതോ അല്ലെങ്കിൽ അങ്ങനെ കാണിക്കുന്നതോ ആയിരിക്കാം എന്നുള്ളൊരു ധാരണയിലെത്തി. പക്ഷെ എന്തുകൊണ്ട് അതിന് ഈ ഭാര്യ എന്ന് പറയുന്ന സ്ത്രീ സുകുമാരി എന്നാണ് അവരുടെ പേര്, മറക്കില്ല ഒരിക്കലും ഈ പേരുകളൊന്നും. അവരോട് ചോദിച്ചപ്പോൾ അവർക്കൊന്നും പറയാനില്ല, അവരിങ്ങനെ ഭക്തിവ്രതം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കലാണ്. അപ്പോൾ ഇവരെ അതിനെല്ലാം കുഞ്ഞിനെ ഇത്രയും നാളായിട്ട് ഉപദ്രവിക്കുന്നതിനെല്ലാം കൂട്ടുനിന്നോ ഈ സ്ത്രീ? ഇപ്പോൾ ഈ കുഞ്ഞ് മരിച്ചിട്ട് ഇവരെന്താ ആരോടും പറയാത്തത്? തലേന്ന് രാത്രിയിലെ മരിച്ചതാണ് എന്നാണ് പറയുന്നത്, പക്ഷെ രാവിലെ വരെ അവരെന്തുകൊണ്ട് ഇത് രഹസ്യമായിട്ട് വെച്ചിരുന്നു? അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ വന്നു. അവസാനം 3 പേരെയും അറസ്റ്റ് ചെയ്തു, കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തു. ചെറിയ രീതിയിൽ ഞങ്ങൾ അവരെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. കാരണം എന്താണ് കാരണം, കുഞ്ഞിൻ്റെ രക്തം എന്തിനു വേണ്ടി എടുത്തു എന്നുള്ളത് മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത്, രക്തം എടുത്തിരുന്നോ? അവരൊന്നും സമ്മതിക്കുന്നില്ല. അവസാനം രക്തബലി നടത്തിയതായിരിക്കാം, ഹോമം നടത്തിയതായിരിക്കാം എന്നൊക്കെയുള്ള ഒരുപാട് മനസ്സിലിങ്ങനെ ചിന്തകൾ പോയെങ്കിലും ഒന്നും വ്യക്തമായിട്ട് അങ്ങോട്ട് മനസ്സിലായില്ല. ഇവരുടെ വീട്ടിലങ്ങനെ വലിയ പൂജാമുറിയോ അങ്ങനെ വലിയ മന്ത്രവാദം നടന്നതിൻ്റെ ലക്ഷണങ്ങളോ ഒന്നും കാണാനില്ലായിരുന്നു. പല സ്ഥലത്തും ഇങ്ങനെ ചക്കുളത്ത് ഭഗവതി ഈ വീടിൻ്റെ ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുള്ള പോസ്റ്റേഴ്സും അതുപോലെ കുറേ ദൈവത്തിൻ്റെ പടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാ വീട്ടിലും കാണുമല്ലോ, അതുപോലെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സംശയങ്ങൾ എൻ്റെ മനസ്സിലൂടെ അന്ന് പോയിരുന്നു. ഞാൻ ഡോക്ടറുമായിട്ടും വിശദമായി ചർച്ച നടത്തി. ഇവരോട് എത്ര ചോദിച്ചാലും ഇവർ പറയുകയില്ല, ഇവർ കുഞ്ഞ് സ്വയം ചോദിച്ച് വാങ്ങിയ കാര്യമാണ്. വേറൊരു കഥ അവർ പറഞ്ഞു, ഒരു ആൺകുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കുഞ്ഞിനെ ബലി കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് ആരോ പറഞ്ഞത് കൊണ്ട് ചെയ്തതാണ്, ഒരു ജ്യോത്സ്യം പറഞ്ഞു എന്നൊക്കെയുള്ള കഥകളൊക്കെ മാറി 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 കഥകൾ പറയുന്നുണ്ട്. അവസാനം കോടതിയിൽ ഇവരെ പ്രൊഡ്യൂസ് ചെയ്തു, ഇവരെ അറസ്റ്റ് ചെയ്തു, ജയിലിലായി, ശിക്ഷിച്ചു. ഞാൻ അവിടുന്ന് പത്തനംതിട്ടയിൽ നിന്ന് പോയ ശേഷമാണ് അവർക്ക് ജീവപര്യന്തം ശിക്ഷ കിട്ടുന്നത്. ഞാനത് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. കുറേ നാൾക്ക് ശേഷം ഞാൻ ജയിൽ DGP ആയിട്ട് ചെല്ലുമ്പോഴും ഈ 2 സുകുമാരിയും സീനയും വനിതാ ഓപ്പൺ പ്രിസണിലും അശ്വിനിയുടെ അച്ഛൻ തിരുവനന്തപുരത്ത് സെൻട്രൽ ജയിലിലും കിടപ്പുണ്ടായിരുന്നു. ജീവപര്യന്തം ശിക്ഷ അവർ അത്രയോ വർഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 97 നടന്ന സംഭവം, ഞാൻ 2017 അവിടെ പോകുന്നു, അപ്പോഴും അവരവിടെ തന്നെ ഉണ്ടായിരുന്നു. സുകുമാരി സീനയും തമ്മിൽ വളരെ അടുത്ത സൗഹൃദമാണ് ആ സമയത്ത്. ഇവർക്ക് സീനയ്ക്കുണ്ടായ കുഞ്ഞ് എന്ന് പറയുന്ന 2 പേരെ അമ്മ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിൽ കൂടെ പോയത് അവർ തമ്മിലപ്പം ആ സമയത്തും സൗഹൃദമായിരുന്നോ, ഇവരുടെ അനുവാദത്തോടു കൂടി ആയിരുന്നോ ഇവർ തമ്മിൽ അവിഹിത ബന്ധം ഉണ്ടായിരുന്നു, ഭാര്യയുടെ അനുവാദത്തോടു കൂടി ആയിരുന്നോ ഭർത്താവിനും നേഴ്സിനും അവിഹിത ബന്ധം എന്നൊക്കെയുള്ള ചിന്തകൾ അപ്പോഴും എൻ്റെ മനസ്സിൽ പോയിട്ടുണ്ട്. ചോദിക്കുമ്പോഴൊക്കെ ഇവരെ അറിയാത്ത ഭാവത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. സുകുമാരിയോട് ഞാൻ ചോദിച്ചു ഇപ്പോഴും പഴയ ഭക്തിയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല, എന്ത് മാഡം എന്ന് ചോദിക്കും. അതുപോലെ സീനിയറുടെ അടുത്ത് മന്ത്രവാദം ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോഴും അവർ ഇങ്ങനെ പകച്ച് നിൽക്കുകയാണ് എൻ്റെ അടുത്ത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ജാമ്യത്തിലൊക്കെ പോകുന്നുണ്ട്. സീനയുടെ കുട്ടിയെ ഇപ്പോൾ പരിരക്ഷിക്കുന്ന ഒരു പ്രീസ്റ്റ് ഫാദർ വന്ന് എന്നോട് പറയും, ജയിൽ കമ്മിറ്റി കൂടുമ്പോൾ വിടുതൽ ചെയ്യുന്ന, ഇപ്പോൾ ജയിലിൽ കുറേ നാൾ ശിക്ഷ അനുഭവിച്ച ശേഷം വിടുതൽ ചെയ്യുന്ന ഒരു കമ്മിറ്റി, ശുപാർശ ചെയ്യുന്ന കമ്മിറ്റി ഉണ്ട്. അപ്പോൾ ആ കമ്മിറ്റി കൂടുമ്പോൾ ഇവരുടെ കാര്യം കൂടെ പരിഗണിക്കണേ, ആ കുട്ടി അമ്മയില്ലാതെ കഴിയാൻ തുടങ്ങിയിട്ട് എത്ര നാളായി എന്നൊക്കെയുള്ള കാര്യം ആ ഫാദർ വന്ന് പറയാറുണ്ട്. അതുപോലെ സ്ത്രീ സംഘടനകൾ വന്നിട്ടും എന്നോട് റെക്കമെൻഡ് ചെയ്യാറുണ്ട്, ഇവർ 2 പേരെ ഒന്ന് വിട്ടുകൂടെ, ഇവർ വളരെ മര്യാദയായിട്ട് ജയിലിൽ കഴിയുകയാണല്ലോ, ഇത്രയും നാൾ കിടന്നതല്ലേ, ഇനി അവർ വെളിയിൽ ഇറങ്ങി പൊക്കോട്ടെ എന്നുള്ള മട്ടിൽ അവർ പറയാറുണ്ട്. പക്ഷേ ശുപാർശയൊക്കെ ഞാൻ വെക്കുമെങ്കിൽ പോലും ചർച്ചയുടെ സമയത്ത് എൻ്റെ മനസ്സിൽ കൂടെ ആ കുഞ്ഞിങ്ങനെ കിടന്ന് ആ കുഞ്ഞിൻ്റെ മുഖത്തെ ആ ഒരു ഭാവവും അതിൻ്റെ അതിൻ്റെ ചുമന്ന കണ്ണുകളും പാവം തോന്നും, സങ്കടം തോന്നും. അപ്പം ഞാൻ ജഡ്ജിയോട്, ഒരു ജില്ലാ ജഡ്ജിയാണ് ആ കമ്മിറ്റിയുടെ ചെയർമാൻ, അദ്ദേഹത്തോട് ഞാൻ പറയാറുണ്ട്, സാർ ഇത് ഞാൻ അന്വേഷിച്ച കേസാണ്, അതിൽ ഭയങ്കരമായിട്ട് ഈ ക്രൂരത കുഞ്ഞിനോട് കാണിച്ച മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞ് കാണിച്ച കേസാണ്, അത് ഇപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ അലട്ടുന്ന ഒരു സംഭവമാണ്, നമുക്ക് ഇവരെ വിടണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും, ശരി എന്നാൽ നമുക്ക് വിടണ്ട ശ്രീലേഖ, നമുക്ക് ഇവർ കുറച്ച് നേരം കൂടെ കിടക്കട്ടെ എന്ന് പറയും. ഇപ്പം ഞാൻ ജയിൽ DGP മാറിയ ശേഷം അവരെ വിട്ടോ എന്ന് എനിക്കറിയില്ല.
പക്ഷെ എന്നാലും ഇതെനിക്ക് ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിൽ കൂടെ പോയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അതുപോലെ ഒരു കുറേ നാളത്തെ ഉറക്കം നശിപ്പിച്ച ഒരു സംഭവമായിരുന്നു. കാരണം അത് ഇത്രയും ഒരു ദുർമന്ത്രവാദം എന്ന് പറയുന്നത് ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇതുപോലെ പണ്ടത്തെ പ്രാചീന കാലത്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് നരബലി നടത്താറുണ്ട്, ശിശുഹോമങ്ങൾ നടത്താറുണ്ട് എന്നൊക്കെ കുറേ ദൈവപ്രീതിക്കായിട്ട് ചെയ്യാറുണ്ടെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ സമൂഹത്തിലും ഇതുപോലെയൊക്കെ നടക്കുമോ എന്നൊക്കെ ചിന്തകൾ വരുമ്പോഴേക്കും വല്ലാതെ മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തും. അതുപോലെ എന്തിനാണ് ഈ കുഞ്ഞിൻ്റെ ബ്ലഡ്, എന്തിനാണ് ഈ രക്തം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ഏത് ദൈവത്തിനാണ് കുട്ടികളുടെ രക്തം ആവശ്യം? ഏത് ദൈവത്തിനാണ് കുഞ്ഞുങ്ങളുടെ ബലി ആവശ്യം? എന്നൊക്കെയുള്ള ചിന്തകൾ മനസ്സിനെ അലട്ടും. പിന്നീട് കുറേ നാൾക്ക് ശേഷം ഞാൻ എൻ്റെ സർവീസിൽ വളരെ കുറച്ച് സമയമേ ലോ ആൻഡ് ഓർഡറിലും ഫീൽഡിലും ജോലി ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇതുപോലെ 2-3 വേറെ കേസുകളും കണ്ടിട്ടുണ്ട്. പിന്നീട് ഈ കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്ന കേസുകൾ കാണുമ്പോഴും കുഞ്ഞുങ്ങൾ കാണാതാവുന്ന കേസുകൾ കാണുമ്പോഴും ഒക്കെ എൻ്റെ മനസ്സിൽ കൂടെ ആ പഴയ സംഭവം ഇങ്ങനെ കടന്നു പോകാറുണ്ട്. അടുത്ത കാലത്ത് വേറൊരു കാര്യവും കൂടെ എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. ഇപ്പോൾ പറഞ്ഞാൽ അത് ശരിയാവില്ല. സസ്നേഹം, ശ്രീലേഖ.